നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം. ത്രയം തുടർക്കഥ ഭാഗം 28. കരിമ്പിൻ പൂവിന് മീതെ മൊഴി നടന്നു പോയപ്പോൾ അവ ഞെരിഞ്ഞമർന്നു. മൊഴി ശിവകാമിയുടെ അരികിൽ വന്നു നിന്നു. മുന്നിൽ നന്ദാവരം ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വേശ്യയായ കാമുകയുടെ സുവിശേഷം അറിയാൻ വന്ന കാമുകൻ. മൊഴി ശിവകാമിയെ സൂക്ഷിച്ചു നോക്കി. അവർക്ക് സ്നേഹം ഉണ്ടായിട്ടും നന്ദയെ അവഗണനയോടെ അകറ്റി നിർത്തേണ്ട അവസ്ഥയാണിത്. നന്ദയ്ക്ക് ശിവകാമിയുടെ മാറ്റം സഹിക്കുവാൻ കഴിയുന്നില്ല. ആ ദുഃഖം അയാൾ പങ്കുവെച്ച് കഴിഞ്ഞതുമില്ല. കിട്ടിയോ പറഞ്ഞ സാധനങ്ങൾ? കിറ്റ് നീട്ടി മൊഴി നന്ദയെ നോക്കി. ശിവകാമി കിറ്റ് വാങ്ങി കസേരയിൽ വെച്ച് കയ്യും കെട്ടി നിന്നു. ഭൂമിക്ക് സുഖമാണോ? മൊഴിയുടെ ചോദ്യം കേട്ട് നന്ദ ഞെട്ടി. ഭൂമിയെ മൊഴിക്കറിയാം. അപ്പോൾ സുഖം? ഭൂമി മോളെ മൊഴിക്ക് എങ്ങനെ? ഒരുമിച്ച് പഠിച്ചതാ ഞങ്ങൾ. പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. പഠിപ്പ് നിർത്തേണ്ടി വന്നു. ശിവകാമിയെ നോക്കി മൊഴി പറഞ്ഞു. അതെന്താ? അതിനുള്ള മറുപടി ശിവകാമി നന്ദയ്ക്ക് വിവരിച്ചു കൊടുത്തു. അതിനെന്താ, മൊഴിക്ക് ഇനിയും പഠിക്കാമല്ലോ. ഭൂമിക്ക് പരീക്ഷ ആവാറായി. ഇത് കഴിഞ്ഞാൽ പിന്നെ കോളേജിലാ. പക്ഷേ അവൾക്ക് പഠിക്കണ്ടെന്നാ പറഞ്ഞത്. അതെന്തേ? ആ കാര്യം തന്നെയാ ഞാൻ മൊഴിയുടെ അമ്മയോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ വലിയൊരു വിശേഷം നടക്കാൻ പോവാ. വേറെ ഒന്നുമല്ല മൊഴി. ഭൂമിയുടെ അച്ഛൻ ഒരു കല്യാണം കഴിക്കാൻ പോകുന്നു. രത്നാകർ. അവൾ അയാളെ കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ സ്ഥിരം അയാളായിരുന്നു ഭൂമിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ വന്നിരുന്നത്. കേട്ടിട്ടുണ്ട് ഭൂമിയുടെ അച്ഛന് 2 ഭാര്യമാരുണ്ടെന്ന്. അവൾ ഓർത്തു. ഇപ്പോൾ വീണ്ടും കെട്ടാൻ പോകുന്നു. എന്താണ് ഓർക്കുന്നത് മൊഴി? ഭൂമിക്ക് അപ്പോൾ ഇനി 3 അമ്മമാരും? അതെ, ഓരോ ഭ്രാന്ത്. ഈ വിശ്വാസമാകാം, പക്ഷേ എന്തോ അധികം ആകരുത് അല്ലേ ശിവകാമി? ഭൂമി അതുകൊണ്ടാണോ പഠിക്കാൻ ഇനി പോകുന്നില്ല പറഞ്ഞത്? അതെ, അവൾക്ക് ബുദ്ധിമുട്ട് കാണും. മൊഴിക്ക് പഠിക്കാൻ ഇപ്പോഴും ഇഷ്ടമുണ്ടോ? മൊഴി ഉത്തരം കാണാതെ ആലോചിച്ചു. അവളുടെ മുഖം കണ്ടപ്പോൾ നമുക്ക് മൊഴിയുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റൂ? ആ ചോദ്യം വളരെ പെട്ടെന്നായിരുന്നു. നന്ദ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ എന്തൊക്കെയാ മൊഴി? ശിവകാമി അവളെ കണ്ടു ചോദിച്ചു. അതെ, നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റും. സ്കൂളിൽ കൊണ്ടുവിടാൻ പറ്റും. ഈ നാട് മുഴുവൻ കൊണ്ട് കാണിക്കാൻ പറ്റും. നന്ദ അവളെ തുറച്ചു നോക്കി. മൊഴി പറയുന്നതിൻ്റെ അർത്ഥം അയാൾ ആലോചിച്ചു നോക്കി. എന്തൊക്കെയോ പിടികിട്ടി, എങ്കിലും ശൂന്യത. മൊഴി തുടർന്നു. നിങ്ങൾ എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുക നടക്കുകയല്ലേ? കഴിച്ചാൽ ഞാൻ നിങ്ങളുടെ മകളാകും. നിങ്ങൾ എന്നെ കൊണ്ടുപോയ സ്കൂളിൽ എന്നെ കയറ്റുമോ? ചോദിക്കാനും പറയാനും ആരില്ലാത്ത കൊണ്ടാണ് ഞങ്ങളെങ്ങനെ. നന്ദയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു. മുഖം തിരിച്ചു നടന്നിരുന്ന ഒരു പെൺകുട്ടിയാണ് മൊഴി. എപ്പോൾ കണ്ടാലും വെറുപ്പ്. ഇപ്പോൾ ഒരച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ശിവകാമി നന്ദയെ നോക്കി. അവളുടെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി വിടർന്നു. എന്നാൽ രത്നാകർ? അയാളെക്കുറിച്ച് ഓർത്തപ്പോൾ ശിവകാമിയുടെ മുഖം പെട്ടെന്ന് വാടി. ഞാൻ ഇറങ്ങട്ടെ? നന്ദ പുറത്തേക്ക് ഇറങ്ങി. ശിവകാമി മൗനമായി നിന്നു. വിഷമിക്കേണ്ട, മൊഴി പറഞ്ഞത് നമുക്ക് നടപ്പിലാക്കാം. പോകുവാൻ നേരം നന്ദ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ മൊഴിയുടെ ഹൃദയത്തിൽ കുളിർവാഹിനിയായി തഴുകി. പെട്ടെന്ന് കരിമ്പിൻ കാടിനരികിൽ ഒരനക്കം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. ആളുടെ മുഖം കണ്ടില്ല. കരിമ്പിൻ കാടിനരികിൽ ഒളിച്ചിരുന്ന ആരോ പെട്ടെന്ന് ഓടിക്കളഞ്ഞു. നന്ദ പകച്ചുകൊണ്ട് ശിവകാമിയെ നോക്കി. ഇവിടെ വളരെ രഹസ്യമായാണ് താൻ വന്നിരുന്നത്. ഒരു നാൾ സത്യം എന്തു വന്നാലും താൻ പുറത്തു പറയും. ശിവകാമിയെ കൈവെടിയുവാനുള്ള ഉദ്ദേശം നന്ദയ്ക്കില്ല. പക്ഷേ നന്ദയ്ക്ക് കുറച്ചു സമയം ആവശ്യമായിരുന്നു. അപ്പോഴാണ് ആരോ എല്ലാം ഒളിച്ചു കേട്ടതും കണ്ടതും. ആരായാലും അതീ നാട്ടുകാരൻ. സംഭവം ഇനി രത്നാകറിൻ്റെ ചെവിയിലെത്താൻ സമയമധികം വേണ്ട. എല്ലാം കലങ്ങിത്തളയാൻ സമയമായെന്ന് പറഞ്ഞ് നന്ദ ശിവകാമിയെ മൊഴിയെ നോക്കി. കരിമ്പിൻകാടിന് മറവിൽ നിർത്തിയിട്ട ജീപ്പ് പിന്തുടർന്നാകും അയാൾ എത്തിയത്. വളരെ മുൻപേ അയാൾ പിന്നാലെ ഉണ്ടായിരിക്കണം. നന്ദ ജീപ്പ് എടുത്തു. എന്തും വരട്ടെ എന്ന് കരുതി അയാൾ വീട്ടിലേക്ക് തിരിച്ചു. ശിവകാമി തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു. മൊഴി വിളിച്ചു നിൽക്കുകയാണ്. അവൾക്ക് എല്ലാം മനസ്സിലാകുമ്പോൾ. പ്രായം 17-ലാണ്. ശിവകാമിയുടെ തലയിൽ തലോടിക്കൊണ്ട് മൊഴി നോക്കി നിന്നു. ഒരു വേശ്യയുടെ വീട്ടിൽ നന്ദയെ കണ്ടതിന് രത്നാകർ സ്വന്തം സഹോദരനെ ആദ്യം ശകാരിക്കുന്നു. പിന്നെ അവളെ തലയിലെടുത്തു വെക്കുവാൻ പോകുവാണെന്ന സത്യം തിരിച്ചറിയുമ്പോൾ ശകാരമായിരിക്കില്ല ഉണ്ടാവുന്നത്. എല്ലാവരുടെയും മുമ്പിൽ നന്ദ അപമാനിതനാവും. ആദ്യമേ എല്ലാം മുൻകൂട്ടി കണ്ട് ഒന്നും വേണ്ടെന്ന് ഞാൻ നന്ദയോട് പറഞ്ഞതാണ്. അപ്പോൾ അയാൾ സമ്മതിച്ചില്ല. ഏട്ടന് കൊടുക്കേണ്ട ബഹുമാനം നന്ദ നന്നായി കൊടുക്കുന്നുണ്ട്.
പിന്നെ ഭയവുമുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും തന്നെ നന്ദയ്ക്ക് മറക്കാനും വിട്ടുപോകാനും വയ്യെന്ന് പറഞ്ഞു ഉരുവുകയായിരുന്നു. ദിശതെറ്റിപ്പോയ ജീവിതത്തിൽ നിന്നും പിന്നീട് കരകയറി ആ ജീവിതം ആസ്വദിക്കണമെന്ന് പിന്നീട് തനിക്ക് തോന്നി. അതൊരു തെറ്റേയല്ല. പക്ഷേ കാണുന്നവരുടെ മുന്നിൽ കൈകൊട്ടിച്ചിരിക്കുവാനുള്ള ഒരു തമാശ മാത്രമാണ് തനിക്ക് നന്ദ നൽകുവാൻ പോകുന്ന കുടുംബജീവിതവും ഭാര്യ എന്ന പദവി. ശിവകാമിയുടെ സ്വസ്ഥത നശിച്ചു. അവൾ നന്ദയുടെ കാര്യം ഓർത്ത് കുറേ നേരം അവിടെ തന്നെയിരുന്നു. അപ്പോൾ കഥയുടെ 28-ാം ഭാഗം ഇവിടെ കഴിഞ്ഞു. കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രയത്തിൻ്റെ 29-ാം ഭാഗവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.